സഹോദരിമാർക്ക് വേണ്ടി പറയാൻ, സഹോദരിമാരെ അറിയണം, മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ലോകത്ത് ഏറ്റവും കൂടുതൽ സങ്കടങ്ങൾ നമ്മൾ സാധാരണ പറയുന്നത് സഹോദരിമാർക്കെന്നാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ അറ്റാക്ക് വരുന്നത് പുരുഷന്മാർക്കാണ്. എന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടാണ്? എന്തെങ്കിലും ആലോചിക്കണോ? എന്തുകൊണ്ടാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ അറ്റാക്കുകൾ വരുന്ന പുരുഷന്മാർക്കാണ്? കോർട്ടിസോളും അഡ്രിനലിനും ശരീരത്തിൽ ഉണ്ടാകും. ടെൻഷൻ വരുമ്പം അത് കൂടുമ്പം അറ്റാക്കിലേക്ക് വരും. എന്റെ 20 വയസ്സാവും. ഉമ്മാരോടും ഭാര്യമാരോടും പറയാൻ, നിങ്ങളെ ഇക്കാക്ക നിങ്ങളോട് പറയാത്തത് പറഞ്ഞു തരാൻ. 20ാമത്തെ വയസ്സാകുമ്പോൾ ആൺകുട്ടിയോട് വാപ്പാനും, എടാ 3 പെങ്ങന്മാരുണ്ട്, കെട്ടിച്ചണ്ടേ, വാപ്പാനെ കൊണ്ട് നടക്കൂല. തുടങ്ങാണോ എന്റെ ശരീരത്തിൽ അറ്റാക്കിന്റെ തുടക്കം? ഹോർമോൺ തുടങ്ങിയ ടെൻഷൻ തുടങ്ങാണ്. നേരെ പെടുന്ന കുറച്ച് പണിങ്ങനെ നോക്കും, ബാർബർ പണി നോക്കും, ഡ്രൈവർ പണി നോക്കും, കുറച്ചിങ്ങനെ ചെറിയ ചെറിയ പണിക്കോകും, കല്ലേറ്റാൻ തുടങ്ങും, സിമെന്റും ചട്ടിയേറ്റാൻ തുടങ്ങും. ക്ഷീണിക്കുമ്പോഴേക്കും പറയും ഗൾഫ് പോകാം. ഗൾഫ് പോവും. അവിടെ എത്തിയിട്ടോ 3 പെങ്ങന്മാരെ കെട്ടിക്കുമ്പോഴേക്കും ഓന് വയസ്സെത്രയായി? ബാപ്പുണ്ടാക്കിയ കടം വീട്ടുമ്പോഴേക്കും വയസ്സെത്രയായി? വീടിന്റെ കടം വീട്ടുമ്പോഴേക്കും വയസ്സെത്രയായി? അത് കഴിഞ്ഞിട്ടോ നാട്ടിൽ വന്നിട്ട് ഓന് കല്യാണം കഴിക്കാനോ കടം വാങ്ങും. ഒരാള് സഹായിക്കൂല. ഞാൻ ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നു, പെൺകുട്ടികളെ കെട്ടിക്കാനല്ല സഹായിക്കേണ്ടത്, അധ്വാനിക്കുന്ന ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കാനാണ് സഹായിക്കേണ്ടത്. മറ്റൊരു വിഷയമാണ്, പിന്നീട് പറയാം. എന്നിട്ട് നാട്ടിൽ വരിക, കടം വാങ്ങുക, പെണ്ണെട്ടിട്ട് 2 മാസം ഒപ്പം ജീവിക്കാൻ കഴിയാതൊക്കെ വീണ്ടും പോകുക. അവിടെ തീട്ടപ്പോഴേക്ക് ഒരു കുട്ടി ഉണ്ടാവും. ഉമ്മാരെ ആ കുട്ടിയെ പഠിപ്പിക്കാൻ വീണ്ടും അധ്വാനിക്കാണ്. ആശുപത്രി കേസ്, പിന്നെ വീട്, പിന്നെ കല്യാണം. അതിന്റെ ഇടയ്ക്ക് 1ാമത്തെ പെങ്ങളുടെ കുട്ടി ഉണ്ടായി. അപ്പോത്തിന് ഉമ്മ, ഇത് 1ാമത്തെ അമ്മോനാട്ടോ, എന്തെങ്കിലും കൊടുക്കണം. അതിനും പൈസ ഉണ്ടാക്കുക. എന്നിട്ട് ഇതിന്റെ കിടക്ക് ജീവിതത്തിൽ ഞെരിഞ്ഞ് ബാപ്പാനെ നോക്കണം, ഉമ്മാനെ നോക്കണം, കുട്ടികളെ നോക്കണം, പെണ്ണുങ്ങളെ നോക്കണം, മഹല് നോക്കണം, സ്വതക്ക് കൊടുക്കണം, സക്കാത്ത് കൊടുക്കണം, ഉദയത്തിന്റെ കൂടെ ഉണ്ടാകണം, രാഷ്ട്രീയ പാർട്ടിയിൽ അതിന്റേതായ ഒക്കെ ഉണ്ടാവും. അതിന്റെ ഇടയ്ക്ക് വന്നിട്ട് നിങ്ങൾ എന്റെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ, നിങ്ങൾ നല്ല ഭർത്താവല്ലല്ലോ, മോട്ടിവേഷൻ ക്ലാസ് കേട്ട് വരികയാണ്. ഒരു മനുഷ്യന് സമാധാനം കൊടുക്കുക. ഇക്കാക്ക നമുക്ക് ഇങ്ങനെ മതി, അതുകൊണ്ട് നമുക്ക് ജീവിക്കാം, ബാക്കി നമുക്ക് ഒന്നിച്ച് സന്തോഷം ജീവിക്കാം. അതിന് പകരം ദുനിയാവ് മൊത്തക്കാക്കാനെ കൊണ്ട് ഉണ്ടാക്കുക. കുട്ടികൾ മുഴുവൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ, അതിന് മുഴുവൻ ചെലവ് മൂപ്പരുണ്ടാക്കുക. പെര 1200 പോരാ, 3000 സ്ക്വയർ ഫീറ്റ്, അത് മുഴുവൻ മൂപ്പര് നയിച്ചുണ്ടാക്കുക. വാഹനം ചെറുതുപോലെ വലുതുണ്ടാക്കുക. ഇതിനൊക്കെ വേണ്ടി ഓടി തളർന്നിട്ട് 50ാമത്തെ 60ാമത്തെ വയസ്സിൽ ഈ മനുഷ്യൻ എല്ലുപോലെയാകുമ്പം വേറൊരു ചങ്ങായി ഫോണിൽ കൂടെ ഏതെങ്കിലും ഒരു വോയിസ് മെസ്സേജ് അയക്കുമ്പോ ഓന്റെ കൂടെ പോരാ. എടാ ന്യായം പറഞ്ഞറിയോ? നിങ്ങൾ ഇന്നെ സ്നേഹിച്ചിക്കണോ? ഭാര്യമാരെ, ഇതിന്റെ കിടക്കേ കിടക്കാത്തോണ്ടല്ല, ഇതിന്റെ ഇടയ്ക്ക് തളരാത്തോണ്ടല്ല, ഇതിന്റെ ഇടയ്ക്ക് നിർത്തിപ്പോരാൻ കഴിയാത്തോണ്ടല്ല, ഇതിന്റെ ഇടയ്ക്ക് പനിക്കാത്തതുകൊണ്ടും നെടുവേർപ്പെടാത്തോണ്ടല്ല, നിങ്ങളെ ഞങ്ങൾ കണ്ണിന്റെ മുന്നിൽ കാണുന്നോണ്ടാണ്. ഇന്റെ പേരിൽ ഇന്നെ കാത്തിക്കണേ 2 കണ്ണ് മിനിമുണ്ട്, അതിന്റെ ഭാര്യയാണ്. നിങ്ങളെ കയ്യും പിടിച്ച് കൊണ്ടുപോയി ഞങ്ങൾ ഏറ്റെടുത്തതാണ്. അവരോട് വഞ്ചന കാണിക്കരുത്. അവരെ പറ്റി ഒരാളെ മുന്നിലും കുറവ് പറയരുത്. അവരെ കുറിച്ച് പറയരുത്. പോരായ്മ ഉണ്ടാകാം, നിങ്ങൾക്കുണ്ടാകാം. നിങ്ങളുടെ പോരായ്മ നിങ്ങളുടെ ഭർത്താവ് കൂടെ പറഞ്ഞു അങ്ങനെ ഉണ്ടാവും. അതേപോലെയാണ് ഓരോരുത്തരുടെയും. സഹോദരിമാരെ, സ്വന്തം ഭർത്താവിനെ അറിയാം.